ധ്യാൻ വാസ് ബെറ്റർ ഇതിൽ നല്ലായിരുന്നു. ധ്യാനിന് റോളാണ്, ചെറിയൊരു റോളുള്ളൂ, വലിയതായിട്ട് പറയാനൊന്നുമില്ല. എന്നായിരിക്കുന്ന ഒരു ഏവറേജ് പടമാണെന്ന് പറയാൻ പറ്റുമല്ലോ, അതിനപ്പുറം വലിയ ഒന്നും പ്രതീക്ഷിക്കണം. നല്ല കഥയായിരുന്നു. അങ്ങനെ കമലഹാസന്റെ തഗ്ഗിന് ക്ലാഷുമായി ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദീഖ്, ബിന്ദു പണിക്കൽ തുടങ്ങിയ നീണ്ട താരങ്ങൾ നിൽക്കുന്ന തഗ് ഇന്ന് റിലീസാണ്. ഈ ഒരു മലയാള ചിത്രം കണ്ട പ്രേക്ഷകർ ചോദിച്ചു നോക്കാം സിനിമ എങ്ങനെയാണെന്നുള്ളത്. കൊള്ളായിരുന്നു, നല്ല സിനിമയായിരുന്നു, ഇഷ്ടമായി. മേക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മേക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? നല്ലതായിരുന്നു. ഇത്ര അടുത്ത് വയ്ക്കണോ മൈക്ക്? സൗണ്ട് കിട്ടുന്നത് നല്ല സിനിമ, കൊള്ളാം. ഫസ്റ്റ് അല്ലേ ആ ഡയറക്ടറിന്റെ ആദ്യത്തെ സിനിമ എന്നുള്ള വെച്ചില്ല, നല്ലതായിരുന്നു. ഞാൻ കുറച്ചേ ഉള്ളൂ. ധ്യാൻ വാസ് ബെറ്റർ ഇതിൽ, നല്ലായിരുന്നു. നല്ല കഥയായിരുന്നു, കൊള്ളാം, കാണാം. അതൊക്കെ കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ ഒരു കൂട്ടുകാരൻ അതിൽ അഭിനയിച്ചതുകൊണ്ട് അത് കാണാൻ വേണ്ടി വന്നതാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാണ്, സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല. ധ്യാനിന് റോളുണ്ടോ? ധ്യാനിന് റോളാണ്, ചെറിയൊരു റോളുള്ളൂ, വലിയതായിട്ട് പറയാനൊന്നുമില്ല. എന്താ ഒരു പ്ലോട്ട് പറഞ്ഞു പോകുന്നതെന്ന് എന്തെങ്കിലും? ഏതായിരുന്നു എന്താ ഒരു കഥ പറഞ്ഞു പോകുന്നത്? എന്താ സിനിമ കഥ എന്ന് പറഞ്ഞ ഒരു മർഡർ കേസിനെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷനാണ്. അതിലുള്ള സിദ്ദീഖും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിദ്ദിഖ് നല്ല അഭിനയമായിരുന്നു, കുഴപ്പമില്ല. തിയേറ്ററിൽ കാണാൻ വേണ്ടി ഉണ്ടോ? അത്രയ്ക്കില്ല, എന്നാലും കുഴപ്പമില്ല, കാണാം, ഒരിക്കൽ കാണാം. എങ്ങനെയുണ്ടോ? നന്നായിരിക്കുന്ന ഒരു ഏവറേജ് പടമാണെന്ന് പറയാൻ പറ്റുമല്ലോ, അതിനപ്പുറം വലിയ ഒന്നും പ്രതീക്ഷിക്കണ്ട. എങ്ങനെയുണ്ട്? ഇതിനൊക്കെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അല്ല, അവനെയൊക്കെ സൂപ്പറായിരുന്നു എല്ലാവരും. ലാഗ് എന്തെങ്കിലും ഉണ്ടോ സിനിമയിൽ? ഫസ്റ്റ് ഹാഫ് കുറച്ച്. തിയേറ്ററിൽ നമുക്ക് അത്യാവശ്യം ഒരിക്കൽ കാണാൻ വേണ്ടിയുള്ള അത്യാവശ്യം കാണാൻ പറ്റും. ഞാനിപ്പോൾ ഈ അടുത്ത് ഇതാണ് കണ്ടത്. നന്നായിരിക്കുന്നു, സൂപ്പറായിരുന്നു.